നിലാവിൻ്റെ ശോഭയേകുമീ സൂര്യ തേജസ്സാം സൗഹൃദം. കാലമേറെയായി നന്മ ചൊരിയുന്ന പാട്ടുകൂട്ടായ പൂമരം. ഇനി സുദിനത്തിൽ നേരാം നീർന്നിടാം, പിറന്നാളാശംസ നേർന്നിടാം. ഇനി സുദിനത്തിൽ നേരാം നീർന്നിടാം, പിറന്നാളാശംസ നേർന്നിടാം. പുതിയ വസന്തത്തെ വരവേറ്റിടാം. ഹാപ്പി 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 ബർത്ത്ഡേ, ഹാപ്പി 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 ബർത്ത്ഡേ, ഹാപ്പി 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 ബർത്ത്ഡേ, ഹാപ്പി 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 ബർത്ത്ഡേ. ദൈവവിളിയുണ്ടെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലും ഒരു വ്യക്തിക്ക് വൈദികനാകാൻ സാധിക്കുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഫാദർ ജോസ് തോട്ടുകടവിൽ. ഭാര്യയുടെ മരണത്തിനു ശേഷം സെമിനാരിയിൽ ചേർന്ന് 71 വയസ്സിലാണ് ഫാദർ ജോസ് പൗരോഹിത്യം സ്വീകരിച്ചത്. 6 പതിറ്റാണ്ടായി ഫാദർ ജോസ് തോട്ടുകടവിലിന്റെ മനസ്സിൽ വൈദികനാകുവാനുള്ള ആഗ്രഹമുണ്ടായിരുന്നു. കുഞ്ഞുനാളിൽ സെമിനാരിയിൽ ചേരണമെന്ന ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും അന്ന് അതിന് സാധിച്ചിരുന്നില്ല. ഭാര്യ ലില്ലിയുടെ മരണശേഷവും വൈദികനാകുവാൻ തനിക്ക് സാധിക്കില്ലെന്നായിരുന്നു ഫാദർ ജോസ് കരുതിയിരുന്നത്. MSF സന്യാസ സഭയിലെ ഫാദർ ജോസ് വെച്ചുവെട്ടിക്കലാണ് ഫാദർ ജോസിന് ഭാര്യയുടെ മരണശേഷം ദൈവവിളി ഉണ്ടെങ്കിൽ ഇനിയും വൈദികനാകാൻ സാധിക്കുമെന്ന് പറഞ്ഞത്. തുടർന്ന് സഭയുടെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറായിരുന്ന ഫാദർ മാത്യു കൊഴുപ്പക്കുളമാണ് ഫാദർ ജോസിന് സെമിനാരിയിൽ ചേരുവാൻ വഴി തെളിച്ചത്. ഫാദർ ജോസ് വെച്ചുവെട്ടിക്കൽ അച്ഛന് എന്നോട് പറഞ്ഞു, മക്കളുടെ എല്ലാം കല്യാണമെല്ലാം കഴിഞ്ഞു. കല്യാണം കഴിയുമ്പോൾ അച്ഛൻ ഫ്രീ ആണല്ലോ, സാറ് ഫ്രീ ആണല്ലോ, സാറിന് വേണമെങ്കിൽ അച്ഛനാകാം സമ്മതമാണോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് എനിക്ക് ആദ്യം മനസ്സിലായത്, ഈ കല്യാണം കഴിച്ച് മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉള്ള എനിക്ക് അച്ഛനാകാനുള്ള സാധ്യത ഉണ്ടെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ഞാൻ ഉടനെ യേശെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് എനിക്ക് സംശയമായി, ഇത് പോയെന്നാൽ ഇത് വെറും വേസ്റ്റ് ആവുമോ, ധാരാളം വർഷങ്ങൾ സെമിനാരിൽ പഠിക്കണം. എനിക്കാണെങ്കിൽ അന്ന് 64 വയസ്സ് കഴിഞ്ഞു. അച്ഛൻ പറഞ്ഞു കുറച്ചൊക്കെ ഇളവൊക്കെ കിട്ടുമായിരിക്കും, 7-8 വർഷം പഠിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു 7-8 വർഷം പഠിക്കണമെങ്കിൽ 64, 8, 72, 71, 72 വർഷമെങ്കിലും ആകും. അത്രയും വയസ്സാകുമ്പോഴത്തേക്ക് ഞാൻ മിക്കവാറും മരിച്ചു ഒഴിഞ്ഞിരിക്കും. അതുകൊണ്ട് വെറുതെ സമയം കളയേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് 2 ആഴ്ച കൊടുത്താ ഞാനൊന്ന് അന്നുകൂടെ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു ഓക്കെ 2 ആഴ്ച കഴിഞ്ഞ് പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പ്രായം കൂടുതലായിരുന്നു എൻ്റെ ഒന്നാമത്തെ പ്രശ്നം. പ്രായം കൂടി അച്ഛനാകുന്നതിന് മുമ്പ് മിക്കവാറും മരിച്ചു പോകത്തുള്ളൂ. വെറുതെ സെമിനാരിൽ പോയിരിക്കേണ്ട, മക്കളുടെ കൂടെ പോയി താമസിക്കാം, കൊച്ചുമക്കളെ കളിപ്പിക്കാം, കൊച്ചുമക്കളെ നോക്കാം എന്നൊക്കെയുള്ള ചിന്ത എന്നെ അലട്ടി. വൈദികനായാൽ ദിവ്യബലി അർപ്പിക്കാമെന്നതായിരുന്നു തന്നെ വീണ്ടും സെമിനാരിയിൽ ചേരാൻ പ്രേരിപ്പിച്ചതെന്നും വിഭാര്യനായ ഒരു വ്യക്തിക്ക് ദൈവവിളി ഉണ്ടെങ്കിൽ വൈദികനാകുവാൻ സാധിക്കുമെന്നും അതിന് സഭ അനുവദിക്കുന്നുണ്ടെന്നും ഫാദർ ജോസ് തോട്ടുകടവിൽ പറയുന്നു. വിവാഹ ജീവിതത്തിന് ശേഷം വൈദികനാകാനുള്ള ചാൻസ് ഉണ്ടെന്നോ പലർക്കും അറിഞ്ഞുകൂടാ. എന്നോട് തന്നെ പലരും ചോദിക്കാറുണ്ട്, ഇതെങ്ങനെ സാധിക്കും, കല്യാണം കഴിച്ചതല്ലേ. പലരുടെയും വിചാരം കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഈ മക്കളുണ്ടാകുക, ഇതൊക്കെ കഴിഞ്ഞ് അച്ഛനാകാനും ഒക്കത്തില്ല. കാരണം ലൈംഗികത, അതാണ് എല്ലാവർക്കും ഉള്ള പ്രശ്നം. ലൈംഗികത ഒരു വലിയ പാപമാണെന്നാണ് പൊതുവേ ഉള്ള ജനങ്ങളുടെ ഒരു സങ്കല്പം. അതുകൊണ്ട് കല്യാണം കഴിച്ചവർക്ക് ഭാര്യ മരിച്ചുപോയി എങ്കിലും കല്യാണം കഴിച്ചതല്ലേ സാധിക്കുമോ എന്നുള്ളൊരു ചിന്തയാണ് പലരുടെയും മനസ്സിലെന്ന് എനിക്ക് അവരുടെ ചോദ്യങ്ങളിൽ നിന്നും പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലായി. കല്യാണം കഴിച്ചവർക്കും വിഭാര്യന്മാരായവർക്ക് ഈശോ സ്വീകരിക്കുന്നെങ്കിൽ അവർക്ക് വൈദികനാകാം. സെമിനാരി പഠന കാലഘട്ടങ്ങളിൽ ഫാദർ ജോസിന്റെ പ്രാർത്ഥനാ ജീവിതം സെമിനാരിയിലെ മറ്റു ബ്രദേഴ്സിന് മാതൃകയും പ്രചോദനവും നൽകുന്നതായിരുന്നുവെന്ന് നോവിസ് മാസ്റ്റർ ഫാദർ സെബാസ്റ്റ്യൻ വെള്ളാരംകുന്നേൽ പറഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം വൈദികനാകുവാനുള്ള തന്റെ ആഗ്രഹത്തിന് ദൈവം പ്രത്യുത്തരം നൽകി പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് എടുത്തുയർത്തിയതിന്റെ സന്തോഷത്തിലാണ് ഫാദർ ജോസ്. ചങ്ങനാശ്ശേരി അതിരൂപതാധ്യക്ഷൻ മാർ ജോസഫ് പെരുന്തോട്ടത്തിന്റെ കാർമ്മികത്വത്തിൽ നടന്ന തിരുപ്പട്ട ശുശ്രൂഷകൾക്ക് സാക്ഷ്യം വഹിക്കാൻ മക്കളും മരുമക്കളുമടക്കം നിരവധി പേർ എത്തിയിരുന്നു. അതിരമ്പുഴ കാരിസ് ഭവൻ ധ്യാന കേന്ദ്രത്തിൽ കുമ്പസാരിപ്പിക്കുകയും ധ്യാന ശുശ്രൂഷകളിൽ സഹായിച്ചു വരികയുമാണ് ഫാദർ ജോസ്. ദൈവം വിളിച്ചാൽ അതിന് ഉത്തരമരുളാൻ പ്രായം ഒരു പ്രശ്നമല്ലെന്ന് തെളിയിക്കുന്നതാണ് കുടുംബ വഴിയിൽ നിന്ന് പൗരോഹിത്യത്തിലേക്ക് പ്രവേശിച്ച ഫാദർ ജോസ് തോട്ടുകടവിലിന്റെ ദൈവവിളി അനുഭവം. കോട്ടയം അതിരമ്പുഴ കാരിസ് ഭവൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ക്യാമറമാൻ ജിജു വർഗീസിനൊപ്പം അജീഷ് സാലു, ഷെക്കേന ന്യൂസ്.